ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ ഒരുപാട് പേരെങ്കിലും അറിയുന്നതായിരിക്കും. ഇത് കണക്കുണ്ടെങ്കിൽ ശ്വേതാ മേനോൻ അമ്മയിൽ നിന്ന് വെളിയിൽ വന്നിരിക്കുകയാണ്. ഒരുപാട് പേര് ഇതിനുള്ള കാരണം ഏതെന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മെയിൻ റീസൺ ഒന്നെന്ന് പറഞ്ഞാൽ ഇത് കണക്കുണ്ടെങ്കിൽ നേരത്തെ തന്നെ അൻസിബ പരാതി കൊടുത്ത സമയത്തുണ്ടെങ്കിൽ ഇത് എടുത്തിട്ടൊന്നുമില്ലായിരുന്നു. അത് തന്നെ അവിടെ വലിയൊരു പ്രശ്നമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനത്തെ ഉള്ളൊരു ഇഷ്യൂ നടക്കുന്നത്. സോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വെളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ശ്വേതാ മേനോൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നിൽക്കണമെങ്കിൽ നമുക്ക് കുറച്ച് പേരുടെ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പേരെ ഉണ്ടെങ്കിൽ അവരുടെ രീതിയിൽ തന്നെ ഉണ്ടെങ്കിൽ പരിഗണിക്കണം, അല്ലെങ്കിൽ ഒരിക്കലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ നിൽക്കാൻ സാധിക്കത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു ശ്വേതാ മേനോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ചിലരെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് കയറ്റണമെന്നുള്ള രീതിയിലൊക്കെ ആഗ്രഹമുണ്ട്. അതിനുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലത്തുള്ള കുറച്ച് പേര് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതേപോലത്തുള്ള കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെയൊക്കെ പുറത്താക്കിയൊക്കെ ചെയ്യുന്നത്. ഇനിയുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ നിൽക്കുന്നത് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് പല കാര്യങ്ങളും പറയാം. ഞാനുണ്ടെങ്കിൽ അതിപ്പം പറയുന്നില്ലെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വെളിയിൽ പറയുന്നതെന്നുള്ള രീതിയിലായിരുന്നു ശ്വേതാ മേനോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് വെളിയിൽ വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കള്ളം പറയുന്നത് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്.